പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആകാശ ബലൂണിൽ യാത്ര ചെയ്യുന്ന കഥ കേൾക്കൂ. ആകാശ ബലൂൺ. ഹോ, എത്ര വിശാലമായ ആകാശം! അതിമനോഹരമായിരിക്കുന്നു. ആകാശത്തുകൂടി പറന്നു നടന്ന് കാട്ടിലെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ചിപ്പുകുരങ്ങൻ മോഹത്തോടെ പറഞ്ഞു. അതെ അതെ, പക്ഷികളെപ്പോലെ നമുക്കും പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ലോപ്പുമാൻ കുരങ്ങനോട് യോജിച്ചു. അപ്പു ആനക്കുട്ടിയും ഗർജു സിംഹവും മോലുമുയലും ചർച്ചയിൽ പങ്കാളികളായി. മാനത്തൂടെ പറന്നു പൊന്തി കാഴ്ചകൾ കണ്ടു രസിച്ചിടുവാൻ നീളൻ ചിറകും മുളച്ചുവെങ്കിൽ ആഹാരസമാകും കൂട്ടുകാരെ. ശരിയാ, നമുക്ക് ആകാശത്ത് നിന്ന് നമ്മുടെ കാട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും, ജങ്കുക്കുരങ്ങൻ പറഞ്ഞു. അപ്പോ ആനക്കുട്ടി ആവേശത്തോടെ പറഞ്ഞു, എനിക്കൊരാശയമുണ്ട്. നിറമുള്ള വലിയ ബലൂൺ ഉണ്ടാക്കിയാൽ നമുക്ക് ആകാശത്തു കൂടി യാത്ര ചെയ്യാമല്ലോ. എല്ലാവർക്കും ആ ആശയം ഇഷ്ടപ്പെട്ടു. അവർ മരത്തൊലിയും ഇലകളും കൂട്ടിത്തുന്നി മരപ്പശ ചേർത്തൊട്ടിച്ച് വലിയൊരു ബലൂൺ തയ്യാറാക്കി. ചിലന്തികൾ അതിനു മുകളിൽ ആവരണം തീർത്തു. പക്ഷികൾ നിറമുള്ള ഇലകളും പൂക്കളും കൊണ്ട് ബലൂൺ അലങ്കരിച്ചു. പക്ഷികൾ തന്നെ ചുള്ളിക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ കുട്ടയിൽ ചിലന്തികൾ നൂലുകെട്ടി ബലപ്പെടുത്തി. മൃഗങ്ങൾ ഓരോരുത്തരായി ആ വലിയ കുട്ടയിൽ കയറിയിരുന്നു. എന്നിട്ട് ഉയർന്ന മലയുടെ മുകളിൽ നിന്ന് ബലൂൺ കുട്ട താഴോട്ട് കുതിച്ചു. താഴോട്ട് കുതിക്കാൻ തുടങ്ങിയ ബലൂൺ കാറ്റിൻ്റെ സഹായത്തോടെ ഉയർന്നു പൊന്തി. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, സിംഹം പറഞ്ഞു. ബലൂൺ പതുക്കെ പതുക്കെ ആകാശത്തേക്ക് ഉയർന്നു. ഹായ്, നോക്കൂ, നമ്മുടെ നദി വെള്ളി വര പോലെ, മാൻകുട്ടി പറഞ്ഞു. ഹായ്, മരങ്ങൾ എത്ര ചെറുതാണ്, കുട്ടിക്കുരങ്ങനും പറഞ്ഞു. കാട് വലിയൊരു ചിത്രം പോലെ കാണുന്നു, മുയൽക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുരങ്ങൻ ചിപ്പു ആവേശത്തിൽ പറഞ്ഞു, ഇനി ഞാൻ ആകാശക്കുരങ്ങൻ. പെട്ടെന്ന് ഒരു മേഘം ബലൂണിനെ ചുറ്റി വന്നു. നമ്മൾ മേഘരാജാവിൻ്റെ നാട്ടിലാണോ? അപ്പു ആന ചോദിച്ചു. മേഘം മൃദുവായി പുഞ്ചിരിച്ച് സ്വാഗതം എന്ന പോലെ അവർക്ക് മുന്നിൽ നിന്നു. ആവേശം കൊണ്ട് തുള്ളിച്ചാടിയ മൃഗങ്ങളോട് സിംഹം പറഞ്ഞു, അരുതരുത് കൂട്ടരെ, നിങ്ങളാരും മണ്ടത്തരങ്ങൾ കാട്ടിടല്ലേ, ആകാശ കപ്പൽ കുലുക്കിടല്ലേ, ആപത്തു വാങ്ങിച്ചു കൂട്ടരുതേ. ആവേശം കൂടി ആപത്ത് വരുത്തരുത്, അനങ്ങാതെ ഇരിക്കൂ, അപ്പു ആനയും പറഞ്ഞു. കാറ്റിന് ശക്തി കുറഞ്ഞപ്പോൾ ബലൂൺ സാവധാനം താണു. അത് സുരക്ഷിതമായി വനത്തിലെ കുന്നിനു മുകളിൽ ഇറങ്ങി. ബലൂണിൽ നിന്ന് പുറത്തിറങ്ങിയ സിംഹം കൂട്ടുകാരോട് ചോദിച്ചു, ഇന്ന് നമ്മൾ പഠിച്ച പാഠം എന്തെന്ന് പറയാമോ? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ആകാശത്തോളം ഉയരാൻ കഴിയും. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. അതെ, ഒരുമയും സ്നേഹവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു വലിയ ഉയരങ്ങളെയും കീഴടക്കാൻ കഴിയും. സിംഹം കൂട്ടുകാരോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു.